കാഞ്ഞങ്ങാട് സൗത്തിൽ മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറി ഉയർത്തുന്നതിനിടെ വാതകം ചോർന്നു. ടാങ്കറിന്റെ വാൾ പൊട്ടിയതോടെയാണ് വാതകം ചോർന്നത്. മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് LPG ഗ്യാസുമായി പോകുന്ന ടാങ്കർ ലോറി വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മറിഞ്ഞത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് LPG ഗ്യാസുമായി പോകുന്ന ടാങ്കർ മറിഞ്ഞത് കാഞ്ഞങ്ങാടിനെ നടുക്കിയ സംഭവമായി. ദേശീയപാതയിൽ കൊവ്വൽ സ്റ്റോറിന് സമീപമാണ് ടാങ്കർ ലോറി മറിഞ്ഞത്. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ ഗ്യാസ് ടാങ്കർ ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോഴാണ് ചോർച്ചയുടെ സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിച്ചു. കാസർഗോഡ്, കുറ്റിക്കോൽ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിച്ചത്. ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് 1/2 കിലോമീറ്റർ പരിധിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. നീലേശ്വരം ഭാഗത്തു നിന്ന് ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ബസ് റോങ് സൈഡിലേക്ക് പോകുമ്പോൾ ടാങ്കർ ലോറി സൈഡ് പിടിച്ചതാണ്. അതായത് സൈഡ് പിടിക്കുമ്പോൾ താഴേക്ക് ലോറി പോയി. ഇപ്പം ലീക്കൊന്നുമില്ല, സംഭവം സേഫാണ്. എങ്കിലും പരിസരത്തിലെ ആൾക്കാരെല്ലാം മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഗ്യാസ് ലൈറ്റ് ചെയ്തെല്ലാം ഓൺ ചെയ്യേണ്ടെന്ന് മുന്നറിയിപ്പ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. நான் இப்போ அந்த பாடம் இருக்குல்ல அதுலேருந்து இப்படி வந்துட்டு இருந்தது. பஸ் ஆப்போசிட்டில் வந்தாச்சு. நான் அதெல்லாம் கொஞ்சம் சைடாக்கியது பின்ன இப்போ கூட மண் மழை பெஞ்சு இதாகிடுச்சுல, அதனால் വണ്ടി പൊറുമേ നിന്നിട്ട് മറുപടി. മംഗലാപുരത്ത് നിന്ന് വിദഗ്ധ സംഘം എത്തിയ ശേഷമാണ് ചോർച്ച അടക്കാനായത്. ടാങ്കർ ഉയർത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശിക അവധിയടക്കം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങോത്ത് വരെ 18, 19, 26 വാർഡുകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ വാർഡുകളിലെ സ്കൂൾ, അംഗൻവാടി, കടകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് വരെ ഹൈവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച ശേഷമാണ് ടാങ്കർ ഉയർത്താൻ ശ്രമം തുടങ്ങിയത്. ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നതുവരെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ പാടില്ലെന്നും ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റ് ഉപകരണങ്ങളോ പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.